ഷാന അപ്പുറമാ. ഫ്ലൈറ്റ് കയറിയപ്പോഴോ ഉറങ്ങി. പൊട്ട നീക്കണില്ലേ? ഞാനോനെടുത്താലോ? ചെക്കൻ വെയിറ്റ് കൂടി. ഈ ഒട്ടും ഇറങ്ങിയില്ല? ഞാൻ ഇറങ്ങിയില്ല. നിങ്ങൾ ഇറങ്ങിയോ? കുറച്ചൊക്കെ ഇറങ്ങി. പിന്നെ കൊറേ ദൂരണ്ട്. ഉറങ്ങിക്കോ. ഉറങ്ങാനപ്പോ ഞാൻ അങ്ങോട്ട് വന്ന്. അവൻ ഉറങ്ങണ്ട. എത്തിയില്ലേ? ഷാന, ദിലു എത്തി. എനിക്ക് ഇതിലൂടെ വെയിറ്റ് ഉണ്ടോ മാറിക്ക്. ഞാർക്കാം നീ എത്തട്ടണ്ട. ആരംഭിച്ചോ. भाई और मिनट रूम कैसा है? पक्का है। आपको पिछले दिन देखता था ना, उससे भी अच्छा है। आपको बोला था ना, एक फैमिली भी उधर रहता है। अच्छा नहीं तो आगा पानी हो। अच्छा है भाई। പിന്നെ ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ പണിയുണ്ട്. ഒന്ന് സെറ്റായിട്ടില്ല കാര്യങ്ങൾ. നിങ്ങളൊന്ന് വിശ്രമിക്കേ. അപ്പോഴേക്കും ഞാനിതൊന്ന് വിശ്രമിക്കാനോ? ഇവിടെ വിശ്രമിക്കാം. കാറിൽ വിശ്രമിക്കാലോ. എടാ ഹബി, വണ്ടി എടുക്കണേ. ശരിക്കും ഞാൻ വേറെ വീടാ കണ്ടുവെച്ചേ. അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നലെ ഇത് റെഡി ആയത്. അതുകൊണ്ട് ഒന്നും നോക്കാനും പറ്റിയില്ല. ഒന്ന് വൃത്തിയാക്കിയാ ശരിയാവും. ഹേ, ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. പെട്ടെന്ന് തീരും. അല്ല, ഇത് എവിടെ വെക്കണ്ടേ? അവിടെ തന്നെ വെച്ചോ. അങ്ങനെ എടുക്കരുത്. നമ്മളൊരു ബാർ എടുക്കുമ്പോ. ഹലോ മാഷേ, നിങ്ങളൊരു സേഫ്റ്റി ശ്രദ്ധിക്കണ്ട തിരുവോ. അത് തുറക്കണ്ട കേട്ടോ.
ഡൈനോസർ ആ കസാരയെ കാർപ്പറ്റിംഗ് എടുത്തോ ഹോമോ കഴിഞ്ഞില്ലേ? എത്ര നേരം ഇത്? മമ്മ കോളി വേഗം ഇറങ്ങ്. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഖദീജയും കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് എത്തിയില്ലേ? ആ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നേ. എന്റെ പുന്നാര മോനെ, ഈ ഓളയും കുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഒരു ദിവസം പറ്റും പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ കൊടുക്കാം, ഇവിടെ ഉണ്ട്. ഹലോ കുഞ്ഞാക്ക, അസ്സലാമു അലൈക്കും. ആ അലൈക്കും അസ്സലാം. എന്താണ് മോളെ, സുഖമായിട്ട് എത്തിയില്ലേ? ഒരു ദിവസം കുഞ്ഞാക്ക അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ പറഞ്ഞോളാ, ഇവിടെ ഭയങ്കര പണിത്തിരക്കാ. വെക്കട്ടെ? ഹലോ കുഞ്ഞാക്ക. കട്ടാക്കി ഒന്നും പറയാൻ വിട്ടില്ല. ഒന്നും പറയാൻ അങ്ങോട്ട് പറ്റൂല. മൂപ്പർക്ക് ശരിക്കും ഇവിടെ എന്താ ജോലി? മൂപ്പർക്ക് എന്തൊക്കെയോ പണികളുണ്ട്, ഒരു ഐഡിയ ഇല്ല. എങ്ങനെങ്കിലും മൂപ്പര് പിടിച്ചേക്കും. അമ്മായി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചീന്. മൂപ്പരോട് ഇവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിക്ക് ചെല്ലാൻ പറയാൻ. മൂപ്പർക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഹെൽപ്പ് നിങ്ങള് ഇവർക്കൊക്കെ എന്താ അത്ര തോന്നെ സന്തോഷം? ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുർജ് ഖലീഫക്ക് നാട്ടത്തേക്കാൾ ദൂരെ വളർന്നാണ്. വല്ലാത്തൊരു കുടുക്കായി പോയി. കഴിച്ചോ? ഈ അങ്ങോട്ട് വരണ കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒക്കെ കൂടെ എൻ്റെ തലേക്കാവും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പരാതിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മൂഡ് ഓഫ് ആവോ? മൂഡ് ഓഫ് ആക്കാൻ പറ്റിയ സമയം ഈ പറയ്. അമ്മക്കിന്നെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? അതിവിടെ വന്നപ്പോ ബോധ്യപ്പെട്ട്. ആ ബോധ്യപ്പെടലിന് 4 ടിക്കറ്റിന്റെ വില കൊടുക്കേണ്ടി വന്നു. വില കൊടുത്താലെന്താ? വില കൊടുത്താലെന്താ? ഓ ഗുഡ് നൈറ്റ്. ഇത്ര നേരത്തെ നീക്കോ? ഇങ്ങനത്തെ ഡ്രസ് ഇതാണ് തീ പിടിക്കാത്ത ഡ്രസ്. കുടിച്ചോ, ചൂടുണ്ട്, ശ്രദ്ധിച്ച്. അപ്പൊ തീ പിടിക്കുന്നോർത്താ ജോലി? ഒരു നീക്കൂലേ, പതുക്കെ. അപ്പൊ തീ പിടിക്കുന്നോർത്താ ജോലി? ആ ഇതേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണ് നമ്മളെ. ടാ നോക്കാം, അതെന്റെ ബസ്. മുത്തുട്ടി ഇപ്പൊ പോയ എപ്പോഴാ വരിക? വൈകുന്നേരം. ഓക്കെ ശരി, എന്നാ പോയിക്കോ. വേഗം വരാം കേട്ടോ. എന്നാ പോയിക്കോളിട്ടാ. Hello, excuse me. What is this? Come down, please. Come down. അബീബേടാ, HSC മേനേജർ വിളിക്കുന്നുണ്ട്. ഓക്കെ. എന്ത് സംഭവം? I told you this many times.
Please, guys, be careful. Habib, you are in charge this week, right? യെസ് സർ. Then tell me why like this, Habib? When you work in height, you have to tie the harness. Everybody knows that. This is basic step. If any accident happens, it will impact our main hours, asset damage, and whatnot. So you have to back your family safely. Always remember that. Habib, Sir. their safety is your responsibility. ഷുവർ സർ. Okay? ഓക്കെ. ഷാനമോളെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരാൾക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുമെന്ന്. ബുർജ് ഖലീഫ പറഞ്ഞാൽ എവിടെയാന്നാ പോലെ വിചാരം. അതിന് എനിക്ക് തോന്നല മുത്തോട്ടി ഞാൻ പറ്റിച്ചാന്നാ. ആ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ. അതിന് ഞങ്ങൾക്ക് എന്നെ മാതിരി കൊച്ചുമണി രമൺ ടീച്ചർ നാട്ടാരെന്ന് ബോധിപ്പിക്കണ്ടല്ലോ. അതാ മോമ പെട്ടേ മോമ പെട്ടേ മോമ പെട്ടേ. ആ കുട്ടികളും പുതിയാപ്പിളും ഗൾഫൊക്കെ ആയ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കറല്ലേ, ഞമ്മക്കിപ്പോ അത് അറിയില്ലല്ലോ. എന്തായാലും എനക്ക് തിരക്കടില്ല. ഗൾഫൊക്കൊന്നും പറഞ്ഞപ്പെടുന്ന ഒരു പോക്ക് പോയതല്ലേ, പിന്നെ എന്റെ വർത്താനോ വിവരോ ഫോട്ടോ ഒന്നും ഇല്ല. എടി ഇവിടെ ഫോട്ടോ അയക്കാൻ മാത്രം ഒന്നുമില്ല മോളെ. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മുത്തൂട്ടി സുബൈക്കന്നെ പണിക്ക് പോവും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, കുറച്ചേരം ഫേസ്ബുക്ക് നോക്കിയിരിക്കും. അല്ലാണ്ടപ്പം എന്ത് ചെയ്യാനാ? ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കാണ്. പിന്നെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോളാ. എന്താണ്? ഒരു ഒട്ടാൻ പോലാത്ത മരുഭൂമിക്ക ഞങ്ങളെ കൊണ്ടുവന്നേ. ഉമ്മ ഇനിയിപ്പൊ നാട്ടില് പോകുമ്പോ ബുർജ് ഖലീഫന്റെ ഫോട്ടോ ചോദിക്കുമല്ലോ എല്ലാരും. എന്താ അറിയമ്മ, മോമ ബുർജ് ഖലീഫന്റെ മുന്നിൽ ഫോട്ടോ ഇട്ട് എടുക്കാറിഞ്ഞില്ലേ? ആ കുട്ടികളെ വാട്സപ്പ് നമ്പറിന്റെ ലിസ്റ്റ് അത്. ഇപ്പൊ ഞാൻ ഓനോട് ചോദിക്കുമ്പോ എന്താ പറയാ? നിങ്ങളൊന്ന് അടങ്ങ് മോമോ, ഇങ്ങോട്ട് നീക്ക്. എനിക്ക് കുറച്ച് സമയം കൊണ്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗൾഫിക്ക് എത്തിയ ആദ്യം ചെയ്യണ പരിപാടി എന്താ അറിയോ? എന്താ? എത്തിയ വിവരത്തിന് നാട്ടിക്കൊരു കത്തയക്കണം. കത്തോ? ഈ കാലത്തോ? ആടാ, ഒരു പെന്നും പേപ്പറും എടുത്ത് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ എന്ന് തുടങ്ങി ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ചേർത്ത് ഒരു കത്തയക്കണം. അതിന് ഇവിടെ എന്ത് വിശേഷമാണ്? പറയട്ടെ. വിമാനത്തിന്റെ ചിത്രമുള്ള ഗൾഫിന്റെ മണമുള്ള എയർമെയിൽ കവർ എടുത്ത് നമ്മൾ ഈ കത്ത് അതിലേക്കിട്ട് ഒട്ടിക്കും. എന്നിട്ട് ഗൾഫിന്റെ ചിത്രമുള്ള സ്റ്റാമ്പും പതിപ്പിച്ച് ഈ കത്ത് നേരെ കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിലിടും. പിന്നെ നമ്മുടെ നാട്ടിലെ കുടുംബക്കാരൊക്കെ ഈ കത്തും കാത്ത് കുറേ ദിവസം ഇരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോ പോസ്റ്റ്മാൻ്റെ ഒരു വരവുണ്ട് കത്തുമായിട്ട് സൈക്കിളില്. ക്ലിങ് ക്ലിങ്. അങ്ങനെ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ അത് എഴുതിയ ആളുടെ മുഖം ഈ കത്തിലിങ്ങനെ തെളിഞ്ഞു വരും. അത് കണ്ണീരായും ചിരിയായും സങ്കടായും പരാതികളായും അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു പണിയുണ്ട്. പിടിച്ചോ. കൊണ്ടാ എന്താണ്? എന്താ? പോയിക്കോ. പപ്പ, ഞങ്ങളെന്നും ഞങ്ങളപ്പാന്റെ BMW കാറിൽ കറങ്ങാൻ പോകും. ഉമ്മമ്മ ഞങ്ങളുടെ ദുബായിലെ വീട്ടിലെ സ്വിച്ച് ഇട്ടാൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും റെഡിയാവുന്ന യന്ത്രമുണ്ട്. അവിടുത്തെ റോഡ് മാതിരി നല്ല ഇവിടുത്തെ റോഡ്. നമ്മൾ വിമാനത്തിൽ പോണ സുഖ. പിന്നെ ഈ വിമാനം എന്നൊക്കെ പറയുന്ന ഫോട്ടോയിൽ കാണുന്ന അതിൽ ചെറുതൊന്നല്ല, ഭയങ്കര വലുതാ. പ്രിയപ്പെട്ട ഉപ്പുപ്പാക്കും ഉമ്മാക്കും സുഖല്ലേ? ഇവിടുത്തെ ഞങ്ങളുടെ ഫ്ലാറ്റിലെ 50-ാം നിലയിലെ എൻ്റെ മുറിയിൽ ബാൽക്കണിയിൽ നിന്ന് ബുർജ് ഖലീഫ കാണാം. രാത്രിയാണ് നല്ല രസം, ഫുൾ ലൈറ്റിൽ കാണാൻ പറ്റും. ഈ കത്തിപ്പ് എഴുതുന്നത് ഇമ്മച്ചി പറഞ്ഞിട്ടാണ്, ബാക്കി ഞാൻ പിന്നെ എഴുതാം. കുട്ടികളൊക്കെ ഭയങ്കര ലക്ഷറി ആയി പോയല്ലോ. പറ്റാവുന്ന സ്വപ്നങ്ങളൊക്കെ നടത്തി കൊടുക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഓർക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ബാക്കി അല്ലേ? നമ്മുടെ ഫിലോസഫി മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലല്ലോ കുട്ടികൾക്ക്. ഇരിക്കുമ്പോളെ കുട്ടിക്കൊരു കാര്യം അറിയോ? ഈ ഫിലോസഫിയും ജീവിതവും തമ്മിൽ ഏറ്റുമുട്ടലാണ് കുട്ടി ഈ ലോകം. ഈ നട്ടപ്പാതിരിക്കോ? ഞാൻ എൻ്റെ വല്ല കത്തുണ്ടോ?
ഇന്റെ കത്ത് താങ്ങാനുള്ള ശേഷി ഇങ്ങക്ക് ഉണ്ടാവൂല. ഉമ്മാന്റെ കുട്ടി ഉറങ്ങിക്കോളി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല ബുർജ് ഖലീഫക്ക് പോകുന്നത് അത്ര എളുപ്പമല്ലാന്ന്. പിന്നെ പ്രധാന പ്രശ്നം എന്താ പറഞ്ഞാല് മുത്തോട്ടിക്ക് വെള്ളിയാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകൂല. അപ്പോൾ അതൊക്കെ കണ്ട് കണക്കാക്കി ഞങ്ങൾ ഒരു ചാർജ് ഉണ്ടാക്കി. എല്ലാ ദിവസവും മുത്തോട്ടി എണീറ്റ് വരുമ്പോൾ തന്നെ കാണണം. താഴെ മരിയെ കൊട്ടിക്ക്. ഇതേ ഞാനും ഷാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതെങ്ങനെ ഒട്ടിക്കണേ ഞങ്ങൾക്കറിയാം. അല്ലോ, എന്തൊരു ഉത്സാഹം എന്റെ കുട്ടിയേക്ക്. ഇത് സ്കൂളിലേക്കുള്ള വല്ല പണിയാതെ നിങ്ങളെ പിന്നാലെ നടന്ന് ചെയ്യിപ്പിക്കണ ഞാൻ. ഇത് സ്കൂൾ പഠിപ്പിച്ചെന്നെ ഉമ്മച്ചി. പക്ഷെ വെക്കേഷൻ ആയപ്പോൾ ഉപകാരമായി. എങ്ങനെയുണ്ടമ്മ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റിക്കിന്റെ മക്കൾക്ക് ഒരു കുറവുമില്ലല്ലോ. നിങ്ങൾ ഇന്നലത്തെ കത്ത് ക്രിയേറ്റിവിറ്റി കണ്ടിട്ടേ മുത്തുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അതിനല്ല ഇതാ പറഞ്ഞേ മോമോ. അതുകൊണ്ടേ അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാരെയും കൂട്ടി ബുർജ് ഖലീഫ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? അതെ, മുത്തുട്ടി വരുമ്പോ ഇനി ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കണ്ട. എന്നോടാ പറഞ്ഞേ. ഇല്ല മച്ചി, ഇല്ല. അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാരെയും കൂട്ടി ബുർജ് ഖലീഫ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? അതെ, മുത്തുട്ടി വരുമ്പോ ഇനി ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കണ്ട. എന്നോടാ പറഞ്ഞേ. ഇല്ല മച്ചി, ഇല്ല. ഓയോ, എന്താ പറ്റി? സാധാരണ സമയത്ത് വരുന്നാണല്ലോ. അന്ന് ഉമ്മച്ചി പറഞ്ഞത് കേട്ട് ഞങ്ങൾ മുത്തുട്ടീന്റെ ബസ് കാത്തുന്നു. പക്ഷേ മുത്തുട്ടിയെ ബസ് ഇല്ലായിരുന്നു. My return ticket is on 13, not 30. I have a lot of work here. Bye. Habib, تفضل. Thanks. So, for safety, officer position, there's something to do. I told you before, remember? Yes, sir. First, you have to complete the training for Nibosh exam. You have happy news. You can go to your country for short leave and continue the training and come back with certificate. Habib, is everything okay? Okay, sir. Then why you are not happy? Nothing, sir. Okay. Sir, he is my son. All right, sir. Thank you. Would you like to meet my family? Oh, Habib, inshallah, next time. Okay, sir. Habib, Sir, remember, this is a good opportunity for you. I understand, sir. Good. Thank you. Assalamu alaikum. Walaikum salam. എന്താണ് മോമോ, ബോറടിച്ചാ? ബോറടിക്ക മാറ്റില്ല നമ്മള്. വാ. മുത്തുട്ടിയെ, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടെ നാട്ടിലേക്ക് പോവാം. അതാവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. നിങ്ങളിപ്പണ്ട് വന്നിട്ടല്ലോ. ഇപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞാൽ കുറേ പൈസൻ്റെ ചിലവുള്ള പരിപാടിയാണ്. മാത്രമല്ല നാട്ടിൽ പോയാൽ മൈൻഡൊക്കെ പോവും. പഠിക്കാനുള്ള മൂടൊന്നും കിട്ടൂല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? എക്സാമിന് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. പിന്നെ കോച്ചിങ് കമ്പനിയൊക്കെ തരും. ഫീസാണ്, അത് നമ്മൾ തന്നെ കെട്ടണം. ഇതൊക്കെ ഇമ്മൻ്റെ നാട്ടിൽ പോലുള്ള പ്ലാൻ നമ്മൾ എന്തായാലും വെക്കണം കേട്ടോ. അതുകൊണ്ട് മുത്തുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കണം. ഓക്കെ? മുത്തുട്ടി പരീക്ഷ ജയിച്ചാല് പ്രമോഷൻ, ശമ്പളം.
ചിലപ്പോ നമ്മളെ താമസം തന്നെ ബുർജ് ഖലീഫന്റെ അടുത്തേക്കാക്കും. അന്ന് രാത്രി എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. പക്ഷെ ഞാനതൊന്നല്ല ആലോചിച്ചിരുന്നത്. എത്ര വലുതായാലും ഈ പരീക്ഷകൾ തീരൂലേ.